പ്രിയമുള്ളവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജോൺസൺ പറമ്പേട്ട്. മരണാനന്തര ജീവിതം മിഥ്യയോ സത്യമോ എന്നത് ഓരോ മനുഷ്യനും തൻ്റെ അസ്തിത്വം എന്തെന്ന് അന്വേഷിക്കുമ്പോൾ ചോദിക്കുന്ന നിരവധിയായ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ഓരോ മനുഷ്യനും തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒന്നാമതായി ചോദിക്കുന്ന ചോദ്യം, ഒരു മനുഷ്യൻ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതാണ്. ഓരോ ഫിലോസഫറും ഉത്തരം തേടുന്ന പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യവും ഇതുതന്നെയാണ്: ഒരു മനുഷ്യൻ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഓരോ ഫിലോസഫറും തന്നോട് തന്നെ ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് എന്നതാണ് അയാൾ അന്വേഷിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായി അയാൾ അന്വേഷിക്കുക ഈ ലോകം എന്താണെന്നും, മൂന്നാമതായി അയാൾ അന്വേഷിക്കുക ഞാനും ഈ ലോകവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുമാണ്. ഈ 3 ചോദ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട ചോദ്യങ്ങളാകിയാൽ തന്നെ ഇതിൽ ഒന്നാമത്തെ ചോദ്യമായ ഒരു മനുഷ്യൻ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ ഈ ലോകം എന്താണെന്നും ഈ ലോകവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും നമുക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ഒരു മനുഷ്യൻ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാവും നാം അന്വേഷിക്കുക. അതിൽ ഒന്നാമത്തേത് നാം ഈ ലോകത്തിൽ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. രണ്ടാമതായി നാം അന്വേഷിക്കുക എന്തിനു വേണ്ടി നാം ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം നാം ഈ ലോകത്ത് നിന്നും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം നാം എവിടെ നിന്നാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ളതാണ്. ആർക്കും വളരെ സിമ്പിളായി ഉത്തരം നൽകാവുന്ന ഒരു ചോദ്യമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. നമുക്ക് ഇപ്രകാരം അതിനൊരു മറുപടി നൽകുവാനും സാധിക്കും. നാം എല്ലാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അവിടെ അടുത്ത ചോദ്യം ഉയരും, നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വന്നത് എവിടെ നിന്നാണ് എന്നുള്ളത്. അതിനും നമുക്ക് സാമാന്യേന ഇപ്രകാരം മറുപടി നൽകുവാൻ സാധിക്കും: അമ്മയിൽ നിന്നും അണ്ഡമായും പിതാവിൽ നിന്ന് ബീജമായും നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വന്നുവെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോഴും അവിടെ അടുത്ത ചോദ്യം ഉയരും, നാം അണ്ഡമായും ബീജമായും രൂപപ്പെട്ടത് എപ്രകാരമെന്ന്. അതിന് ശാസ്ത്രീയമായ ചില മറുപടികൾ തന്നെ നമുക്ക് ഇന്ന് ശാസ്ത്രം നൽകുന്നുണ്ട്. ഹ്യൂമൻ ഹാപ്ലോയിഡ് ഗെയ്മെറ്റുകൾ അഥവാ അണ്ഡവും ബീജവും 23 ജോഡി ക്രോമോസോമുകൾ അടങ്ങിയതാണ് എന്നതാണ് ശാസ്ത്രീയമായ നിഗമനം. ഓരോ മനുഷ്യനും വിവിധ തരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ കോശത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലും 23 ജോഡി 46 ക്രോമോസോമുകളാണ് ഉള്ളതെന്നും ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കോശങ്ങളിലുള്ള 23 ജോഡി ക്രോമോസോമുകളിൽ 22 ജോഡിയും സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെയാണെന്നും അതിനാൽ തന്നെ അതിനെ ഓട്ടോസോമുകൾ എന്നാണ് വിളിക്കപ്പെടുന്നതെന്നും ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ 23ാമത്തെ ജോഡി സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമാകയാൽ അതിനെ സെക്സോ ക്രോമോസോമുകൾ എന്നാണ് വിളിക്കുക. സ്ത്രീകളിൽ ഈ 23ാമത്തെ ജോഡി ക്രോമോസോമിൽ 2 എക്സ് ക്രോമോസോമുകളാണുള്ളതെങ്കിൽ പുരുഷന്മാരിൽ ഈ 23ാമത്തെ ജോഡിയിൽ ഒരു എക്സ് ക്രോമോസോമും ഒരു വൈ ക്രോമോസോമുമാണുള്ളതെന്നും ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യകോശത്തിലുള്ള ഈ 23 ജോഡി ക്രോമോസോമുകളിൽ ഓരോ ജോഡിയിലും ഒന്ന് പിതാവിൽ നിന്നും ഒന്ന് മാതാവിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നതെന്നും ശാസ്ത്രം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നാം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, നാം ഒരു ഭ്രൂണമായി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ക്രോമോസോമുകളിലൂടെ DNA-യിലൂടെ ജീനിലൂടെ നാം നമ്മുടെ മാതാവിലും പിതാവിലും ഉണ്ടായിരുന്നു എന്നതാണ്. ഇത് നമുക്ക് മാത്രം ബാധകമല്ല, നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ പൂർവികർക്കും ഈ നിയമം ബാധകമാണ്.
അപ്രകാരം നാം പുറകോട്ട് നോക്കുമ്പോൾ നാം നമ്മുടെ മാതാപിതാക്കളിൽ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുവെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെ അവരുടെ മാതാപിതാക്കളിലും അവരുടെ മുഴുവൻ പൂർവിക തലമുറകളിലും നാം ഉണ്ടായിരുന്നുവെന്നും അപ്രകാരം പുറകോട്ട് പോകുമ്പോൾ ഈ ഭൂമിയിലുണ്ടായ ആദ്യ പുരുഷനും സ്ത്രീയുമായ ആദ്യ മാതാപിതാക്കളിൽ തന്നെ നാം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ യഥാർത്ഥമായ ഉത്ഭവം അമ്മയുടെ ഉദരത്തിൽ മാത്രമല്ലെന്നും അതിനു മുമ്പേ നാം ഉണ്ടായിരുന്നുവെന്നും ശാസ്ത്രീയമായി ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്ത്രീകളുടെ DNA-യിൽ കാണുന്ന മൈറ്റോകോൺഡ്രിയൽ DNA മാതൃവഴിയിലൂടെ മാത്രം ലഭിക്കുന്നതാണെന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ആദ്യമാതാവായ സ്ത്രീയിൽ നിന്നും പകർന്നു കിട്ടിയ മൈറ്റോകോൺഡ്രിയൽ DNA ആണ് ഇന്നത്തെ ഏറ്റവും അവസാന തലമുറയിലുള്ള സ്ത്രീയിൽ വരെ വന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യവംശത്തിലെ ആദ്യത്തെ സ്ത്രീയെ പോലും ശാസ്ത്രം വിളിക്കുന്ന പേര് മൈറ്റോകോൺഡ്രിയൽ ഈവ് എന്നാണ്. ഇപ്രകാരം തന്നെ Y ക്രോമോസോം പുരുഷന്മാരിൽ മാത്രം കാണപ്പെടുന്നതാകിയാൽ പുരുഷന്മാരുടെ ആദ്യ പിതാവിനെ വിളിക്കുന്ന പേര് Y ക്രോമോസോം ആദം എന്നാണ്. Y ക്രോമോസോമൽ ആദം, മൈറ്റോകോൺഡ്രിയൽ ഹൗവ എന്നീ പേരുകളിൽ നിന്ന് തന്നെ ബൈബിളിൽ പറയുന്ന ആദത്തെയും ഹവ്വായെയും പോലും ശാസ്ത്രം കടമെടുത്തിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും. സഭയും ശാസ്ത്രവും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് മനുഷ്യവംശത്തിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന പുരുഷനിലും സ്ത്രീയിലും അതിനെ തുടർന്ന് വന്ന മുഴുവൻ വംശപരമ്പരയും ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ആദിമാതാപിതാക്കളായിരുന്ന ആ ആദ്യ പുരുഷനിലും സ്ത്രീയിലും ഇനി ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇനി ഭൂമിയിൽ ജനിക്കുവാനുള്ള മുഴുവൻ മനുഷ്യരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതായി വരും. ഇനിയും അടുത്ത പ്രശ്നം ഈ ആദി മാതാപിതാക്കളുടെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നുള്ളതാണ്. ശാസ്ത്രം പറയുന്നു പരിണാമത്തിലൂടെ, കുരങ്ങിലൂടെയാണ് മനുഷ്യനുണ്ടായിരുന്നത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ദൈവമാണ് ആദ്യ മനുഷ്യരായ ആദ്യ ഹവ്വയെ സൃഷ്ടിച്ചതെന്ന്. ഇതിലെ നെല്ലും പതിരും നാം തിരിക്കുമ്പോൾ ശാസ്ത്രം പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. ഓരോ മനുഷ്യൻ്റെയും ഓരോ കോശത്തിൻ്റെയും ന്യൂക്ലിയസിലുള്ള 23 ജോഡിയായുള്ള 46 ക്രോമോസോമുകളാണ് ഓരോ മനുഷ്യനും എന്താണ്, എങ്ങനെയാണ്, എപ്രകാരമാണ്, ഏത് ജീവിവർഗത്തിലാണ് എന്ന് നിശ്ചയിക്കപ്പെടുന്നതെന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ ക്രോമോസോമുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യതിയാനം പോലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രോമോസോം വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ഒരു ജനിതക രോഗമാണ് ഡൗൺ സിൻഡ്രോം. ഓരോ മനുഷ്യനിലും 23 ജോഡിയായി 46 ക്രോമോസോമുകളാണ് അവൻ്റെ ഓരോ കോശത്തിലും ഉള്ളതെങ്കിൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച ഒരു രോഗിയിൽ ഈ 23 ജോഡിയിലായി 46 ക്രോമോസോമിന് പകരം 47 ക്രോമോസോമുകളാണ് ഉണ്ടാവുക. ഇപ്രകാരം ഒരു ക്രോമോസോം അധികമായി എന്നതിൻ്റെ പേരിൽ തന്നെ ശാരീരികമായ വ്യതിയാനങ്ങളും ന്യൂനതകളും മാരകമായ രോഗവും ഉണ്ടാകുമെന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെയാണ് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെങ്കിൽ കുരങ്ങിൻ്റെ ക്രോമോസോമുകൾ എത്രയെന്ന് നാം അന്വേഷിക്കുമ്പോൾ ഇതിലെ മൗഢ്യം നമുക്ക് മനസ്സിലാവുക. ചിമ്പാൻസി പോലെയുള്ള വലിയ കുരങ്ങുകളിൽ 24 ജോഡിയായി 48 ക്രോമോസോമുകളാണുള്ളതെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യനേക്കാൾ 2 ക്രോമോസോമുകൾ കൂടുതലാണ്
കുരങ്ങുകൾക്കുള്ളത് എന്ന് വ്യക്തം. ഇതേ കുരങ്ങുകളിൽ തന്നെ 21 ജോഡിയായി 42 ക്രോമോസോമുകളുള്ള കുരങ്ങുകളുമുണ്ട്. അത് താരതമ്യേന ചെറിയ കുരങ്ങുകളാണ്. അപ്പോൾ കുരങ്ങുകളിൽ തന്നെ ക്രോമോസോമിൻ്റെ എണ്ണം കുറയുമ്പോൾ അത് കുരങ്ങുകളിലെ ഒരു ന്യൂനതയായി, കുരങ്ങുകളുടെ വലിപ്പത്തിൽ വളരെ വ്യത്യാസം വരുന്നതായും ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം കുരങ്ങുകൾക്ക് രൂപാന്തരം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായതെങ്കിൽ 24 ജോഡിയായി 48 ക്രോമോസോമുകളുള്ള കുരങ്ങിൽ നിന്നും 23 ജോഡിയായി 46 ക്രോമോസോമുള്ള മനുഷ്യൻ രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായും കുരങ്ങുകളേക്കാൾ ശാരീരിക ന്യൂനതകളും വൈകല്യങ്ങളും പല വിധത്തിലുള്ള മാരകമായ രോഗങ്ങളും പേറിയുള്ള ഒരു ജീവിവർഗമാവും കുരങ്ങിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവുക എന്ന് വേണം നാം അനുമാനിക്കാൻ. എന്ന് മാത്രവുമല്ല, കുരങ്ങിൽ നിന്നും ഒരു മനുഷ്യൻ രൂപപ്പെട്ട് ആ നിമിഷത്തിൽ തന്നെ പരിണാമം അവസാനിച്ചു എന്നും നാം ഇവിടെ കാണുന്നു. കാരണം കുരങ്ങിൽ നിന്നും ആദ്യമായി ഒരു പുരുഷനും സ്ത്രീയും മനുഷ്യനായി ജന്മമെടുത്തതിന് ശേഷം നാളിതുവരെയും ഒരു കുരങ്ങിൽ നിന്നും ഒരു മനുഷ്യ സ്ത്രീയോ മനുഷ്യ പുരുഷനോ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് പരിണാമം അവിടെ വെച്ച് സ്റ്റോപ്പായി എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. എന്ന് മാത്രവുമല്ല, ഇന്ന് പ്രപഞ്ചത്തിൽ ഒരു ജീവിയിൽ നിന്നും രൂപാന്തരം സംഭവിച്ച് മറ്റൊരു ജീവിയായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇനിയും പരിണാമത്തിലൂടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും മനുഷ്യനായി ആദ്യം ഒരു പുരുഷനും സ്ത്രീയും രൂപമെടുത്തത് ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ നിന്നാണ് എന്ന കാര്യത്തിൽ ശാസ്ത്രവും മതവും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. ഈ പ്രപഞ്ചം രൂപപ്പെട്ടപ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മാറ്ററും ഉണ്ടായിരുന്നുവെന്നാണ് ശാസ്ത്രവും മതവും നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ശാസ്ത്രത്തിൻ്റെ ആദ്യ നിഗമനം ഈ പ്രപഞ്ചത്തിന് മാറ്റമില്ലാത്തൊരു പ്രപഞ്ചമാണെന്നും അനാദി മുതൽ ഇന്ന് കാണപ്പെടുന്ന പ്രപഞ്ചം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നുവെന്നും ഇനിയും ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുമായിരുന്നു. എന്നാൽ ശാസ്ത്രം പുതിയ പഠനം നടത്തുകയും ബിഗ് ബാങ് തിയറിയിലൂടെ ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ പ്രപഞ്ചം മാറ്റമില്ലാത്തൊരു പ്രപഞ്ചമാണ് എന്ന് ശാസ്ത്രം പറഞ്ഞിരുന്നപ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമില്ലാത്തതിനാൽ തന്നെ ഇതെപ്രകാരം തുടങ്ങി എന്ന ചോദ്യത്തിന് ശാസ്ത്രത്തിന് ഉത്തരം നൽകേണ്ടിയിരുന്നില്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന് ശാസ്ത്രം ബിഗ് ബാങ് തിയറിയിലൂടെ സമർത്ഥിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം എപ്രകാരമെന്ന് ശാസ്ത്രത്തിന് പറയേണ്ടതായി വന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രത്തിന് അതിന് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഏറ്റവും ആധുനിക പഠനമായ ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് ഒരു കത്തോലിക്ക വൈദികനായ ഫാദർ ജോർജ് ലിമറ്റയാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹത്തെ ഈ പഠനത്തിലേക്ക് നയിച്ചത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനമാണ് അദ്ദേഹത്തിന് പ്രചോദനമായതെന്ന് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനത്തിൽ അദ്ദേഹം ടൈമും സ്പേസും മാറ്ററും അദ്ദേഹം കണ്ടെത്തുകയാണ്. തിയറിയിലും ഇത് തന്നെയാണ് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തത്. സഭയും ശാസ്ത്രവും പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് സംവിധാനങ്ങളാണ് എന്നൊരു തെറ്റായ ധാരണ ഇന്ന് പലർക്കുമുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ജ്ഞാനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രം സ്ഥിരീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഫാദർ ജോർജ് ലിമറ്റയുടെ ഈ കണ്ടുപിടുത്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഭയും ശാസ്ത്രവും യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് വത്തിക്കാൻ ഒബ്സർവേറ്ററി സഭ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ സഭയും ശാസ്ത്രവും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഫാദർ ജോർജ് ലിമറ്റെ വിഭാവന ചെയ്ത ബിഗ് ബാങ് തിയറിയിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം.
നമ്മുടെ ഈ പ്രപഞ്ചം അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണെന്നും നമ്മുടെ ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ നാം പുറകോട്ട് റീവൈൻഡ് ചെയ്ത് കൊണ്ടുപോയാൽ 1380 കോടി വർഷങ്ങൾ നാം പുറകിലേക്ക് എത്തുമ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രപഞ്ചം ചുരുങ്ങി ഒരാറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രോട്ടോൺ കണികയേക്കാൾ ചെറിയ ഒരു കണികയുടെ അത്രയും വലിപ്പമായി ചുരുങ്ങുമെന്നും ബിഗ് ബാങ് തിയറി പഠിപ്പിക്കുന്നു. അതായത് ഇന്ന് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഊർജവും ഈ ചെറിയ ഒരു കണികയിൽ അടങ്ങിയിരുന്നു എന്ന് വേണം നാം അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന ഈ ചെറുകണികയെ ശാസ്ത്രം പേരിട്ട് വിളിച്ചിരിക്കുന്നത് സിംഗുലാരിറ്റി പോയിന്റ് എന്നാണ്. ഈ സിംഗുലാരിറ്റി പോയിന്റിൽ ഉണ്ടായിരുന്ന താപനില എന്ന് പറയുന്നത് 10⁻32 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ശാസ്ത്രം വിലയിരുത്തുന്നു. 10⁻32 എന്ന് പറഞ്ഞാൽ ഒന്നിട്ടതിന് ശേഷം 32 പൂജ്യം ഇടുന്ന അത്രയും വലിയൊരു സംഖ്യ എന്നാണ് അർത്ഥമാക്കുന്നത്. 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ വെള്ളം തിളയ്ക്കുമെന്ന് നമുക്കറിയാം. 1 കഴിഞ്ഞ് 2 പൂജ്യം ഇടുന്ന അത്രയും ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കുന്ന അത്രയും ചൂടുണ്ടെങ്കിൽ 1 കഴിഞ്ഞ് 32 പൂജ്യം ഇട്ടാൽ ഉണ്ടാകുന്ന അത്രയും സെൽഷ്യസ് ചൂട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും ആവാത്ത അത്ര വലിയ ഊർജമാണ് ആ ചെറിയ കണികയിലുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ചൂഴ്ന്നു നിൽക്കുന്ന അപാര ശക്തിയുള്ള ഒരു ബിന്ദുവിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് ബിഗ് ബാങ് തിയറിയിലൂടെ ശാസ്ത്രം സമർത്ഥിക്കുന്നു. ഏതാണ്ട് ഇതിനോട് യോജിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് ബൈബിളും നമ്മെ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ ചൂഴ്ന്നു നിൽക്കുന്ന അപാര ശക്തിയുള്ള ആ അദൃശ്യ ബിന്ദുവിൻ്റെ സ്ഥാനത്ത് ബൈബിൾ പറയുന്നത് ഈ പ്രപഞ്ചത്തെ ചൂഴ്ന്നു നിൽക്കുന്ന അദൃശ്യ ശക്തിയായ ദൈവത്തിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് മാത്രമാണ്. നാം ഇതുവരെയും പറഞ്ഞു വന്നതിൽ നിന്നും ശാസ്ത്രീയമായി നാം നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന ആ സിംഗുലാരിറ്റി പോയിന്റിൽ, ആ ഒരു ബിന്ദുവിൽ ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള നാമും ആ സിംഗുലാരിറ്റി പോയിന്റിൽ ഉണ്ടായിരുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണേണ്ടതായി വരും. ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ ദൈവത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ഈ പ്രപഞ്ചത്തോടൊപ്പം നാമും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണേണ്ടതായി വരും. എപ്രകാരമാണെങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ നാം ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് സഭയും ശാസ്ത്രവും രണ്ട് വഴിക്കാണ് സഞ്ചരിക്കുന്നതിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശാസ്ത്രം പറയുന്നു പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ നിന്നും പരിണാമ പ്രക്രിയയിലൂടെയാണ് മനുഷ്യൻ രൂപപ്പെട്ടതെന്ന്. എന്നാൽ സഭ പഠിപ്പിക്കുന്നു ദൈവത്തിൽ നിന്നുമാണ് എല്ലാം ഉണ്ടായതെന്ന്. നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും ആകാത്ത അത്ര വലിയൊരു പ്രപഞ്ചമാണ് നമ്മുടെ പ്രപഞ്ചമെന്ന് കാണുവാനായിട്ട് സാധിക്കും. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള അകലം 15 കോടി കിലോമീറ്റർ ആണ് എന്ന് നാം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സൂര്യനിൽ നിന്നും ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്തുവാൻ 15 കോടി കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായുണ്ട്. പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുക 3 ലക്ഷം കിലോമീറ്റർ ആണെന്ന് നമുക്കറിയാം. അതനുസരിച്ച് സൂര്യനിൽ നിന്നും ഒരു പ്രകാശകിരണം 15 കോടി കിലോമീറ്റർ സഞ്ചരിച്ച് ഭൂമിയിൽ എത്തുവാൻ ഏകദേശം 8 മിനിറ്റ് വേണ്ടി വരും. ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എത്രയെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അതിർത്തിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1380 കോടി പ്രകാശവർഷം എന്നാണ്. എന്ന് പറഞ്ഞാൽ നാം നിൽക്കുന്ന ഈ ഭൂമിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെ അതിർത്തിയിലേക്കുള്ള ദൂരമാണ് ഒരു പ്രകാശകിരണം 1 വർഷം സഞ്ചരിച്ചാൽ എടുക്കുന്ന ദൂരമല്ല,
100 വർഷം സഞ്ചരിച്ചാൽ എടുക്കുന്ന ദൂരമല്ല, 1380 വർഷം സഞ്ചരിച്ചാൽ എടുക്കുന്ന ദൂരമല്ല, 1380 കോടി വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന അത്രയും ദൂരെയാണ് ഭൂമിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരതിരുള്ളത്. അപ്പോൾ ഭൂമിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിൻ്റെ മറ്റ് എല്ലാ അതിരുകളിലേക്കും ഈ 1380 കോടി പ്രകാശവർഷം ദൂരമുണ്ട്. അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 2760 കോടി പ്രകാശവർഷമാണ് എന്നതാണ്. അതായത് ഒരു പ്രകാശരശ്മി നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് സഞ്ചരിച്ച് മറ്റേ അറ്റത്ത് എത്തുവാൻ 2760 കോടി വർഷങ്ങൾ വേണം എന്നതാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എത്ര അപാരമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്രയും വലിയൊരു പ്രപഞ്ചമാണ് 1380 കോടി വർഷങ്ങൾ മുമ്പ് സിംഗുലാരിറ്റി പോയിന്റ് എന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഒരു കണികയിൽ ഉൾച്ചേർന്നിരുന്നത്, കേന്ദ്രീകരിച്ചിരുന്നത്. അഥവാ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ ഒടിച്ചു ഞുറുക്കി മടക്കി ഈ ഒരു ചെറിയ കണികയിൽ ഒതുക്കി വെച്ചിരുന്നു എന്ന് നാം കാണേണ്ടത്. ഇത് ശാസ്ത്രം പറയുന്നത് കൊണ്ട് നമുക്ക് വിശ്വാസയോഗ്യമാണ്. എന്നാൽ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ, ദൈവത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ, ഇത്രയും വലിയ ഈ പ്രപഞ്ചം ദൈവത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ അണ്ഡകടാഹം മുഴുവൻ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പലരും നമ്മെ കളിയാക്കി പറയുക, ദൈവം എന്ന് പറഞ്ഞാൽ ഈ അണ്ഡകടാഹത്തെക്കാളും വലിയൊരു സ്റ്റോർ റൂമാണോ? അല്ലെങ്കിൽ ദൈവം ഈ വലിയ അണ്ഡകടാഹത്തെ മുഴുവനും സൃഷ്ടിക്കുന്നതിന് മുമ്പ് വലിയൊരു ചുമ്മാടും ചുരുട്ടി തലയിൽ വെച്ച് ചുമന്നോട് നിൽക്കുകയായിരുന്നു? അതുമല്ലെങ്കിൽ ഹനുമാൻ മന്ദമേരു പർവ്വതം കയ്യിൽ ചുമന്നുകൊണ്ട് വന്നതുപോലെ ദൈവം കയ്യിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തിയിരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നവരുണ്ടാവാം. ഈ അണ്ഡകടാഹത്തെ മുഴുവനും മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുവാൻ പോലും വയ്യാത്ത അത്രയും ചെറിയ ഒരു ബിന്ദുവിൽ, ഒരു കണികയിൽ ഉൾച്ചേർത്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാമെങ്കിൽ, ഈ പ്രപഞ്ച സൃഷ്ടാവിൽ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? ബൈബിൾ കൃത്യമായി പറയുന്നു എപ്രകാരമാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിൽ സൂക്ഷിച്ചിരുന്നതെന്ന്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ളതും നാം ഇന്ന് ആർജിച്ചിരിക്കുന്നതായ എല്ലാ സാങ്കേതിക വിദ്യയും എല്ലാം ദൈവത്തിൽ നിന്ന് ഉണ്ടായതാണ് എങ്കിൽ തീർച്ചയായും ഇന്ന് ഈ ലോകത്തിലുള്ള എല്ലാ സാങ്കേതിക വിദ്യയും ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണേണ്ടതായി വരും. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക ടെക്നോളജി വെച്ച് എത്ര വലിയൊരു കാര്യത്തെയും നമുക്ക് ഏറ്റവും ചെറിയ രൂപത്തിലാക്കി, സോഫ്റ്റ്വെയർ ആക്കി നമുക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി സൂക്ഷിക്കുവാനുള്ളതായ സംവിധാനമുണ്ട്. തീർച്ചയായും ഈ സംവിധാനവും ദൈവത്തിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്നു കിട്ടി മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഈ അറിവും മനുഷ്യന് ലഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിൽ ഉണ്ടായിരുന്നു. അനാദിയിൽ ദൈവം ഇതെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിൽ ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ടെക്നോക്രാറ്റ് എന്ന് പറയുന്നത് ദൈവമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് അറിയാത്തതായ യാതൊരു അറിവുകളുമില്ല. ഇനിയും ലോകത്തിനുണ്ടാകുവാനിരിക്കുന്നതായ അത്യാധുനികമായ കണ്ടുപിടുത്തങ്ങളെല്ലാം ദൈവത്തിൽ നിന്നും ലഭിക്കേണ്ടതാണ്. ദൈവം അത് സമയാസമയങ്ങളിൽ മനുഷ്യരിലേക്ക് നൽകപ്പെടുമ്പോൾ മാത്രമാണ് അത് ഓരോ കണ്ടുപിടുത്തമായി ഭൂമിയിൽ അവതരിക്കുക. ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായ ടെക്നോക്രാറ്റുകളിൽ ഏറ്റവും വലിയ ടെക്നോക്രാറ്റ് ദൈവമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പ് ദൈവത്തിൽ തീർച്ചയായും
നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ ടെക്നോളജി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ തന്നെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി അത് സോഫ്റ്റ് കോപ്പിയാക്കി സൂക്ഷിക്കുവാനുള്ള സോഫ്റ്റ്വെയർ ആയിരുന്നു ദൈവത്തിലുണ്ടായിരുന്ന ജ്ഞാനം എന്ന് നമുക്ക് കാണേണ്ടതായി വരും. ഇപ്രകാരം ദൈവം തന്നിലെ ജ്ഞാനത്തിലാണ് ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും ഈ ലോകത്തിൽ ഇനി ഉണ്ടാകാനിരിക്കുന്നവയെയും എല്ലാം ദൈവം സൂക്ഷിച്ചു വച്ചിരുന്നത്. നാം അനാദിയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ, അനാദിയിൽ ദൈവം ഈ പ്രപഞ്ചവും ഇതിലുള്ളതെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഏകനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഈ പ്രപഞ്ചമില്ല, പ്രപഞ്ചത്തിലുള്ളതൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സൃഷ്ടാവായ ദൈവം മാത്രമാണ് ഏകനായി ഉണ്ടായിരുന്നത്. ദൈവം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ശരിയാവുകയില്ല. കാരണം ദൈവം എവിടെയാണോ വസിക്കുന്നത് ആ സ്ഥലമാണ് സ്വർഗമെന്നറിയപ്പെടുക. അതിനാൽ തന്നെ ദൈവം എവിടെയുണ്ടോ അവിടെ സ്വർഗമാണ്. അതിനാൽ തന്നെ അനാദിയിൽ ദൈവത്തോടൊപ്പം ഈ സ്വർഗവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണേണ്ടതായി വരും. സ്വർഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വർഗത്തിൽ സ്വർഗീയ ഗണങ്ങൾ, സ്വർഗീയ ദൂതന്മാരും ഉണ്ടാവുക സ്വാഭാവികമാണ്. സ്വർഗീയ ദൂതന്മാരെ കുറിച്ച് അങ്ങനെയെങ്കിൽ ദൈവം സൃഷ്ടിച്ചതല്ലേ അവരെ എന്ന് നാം ചോദിച്ചേക്കാം. എന്നാൽ ഹെബ്രായ ലേഖനത്തിൽ കൃത്യമായി പറയുന്നു, ഞാൻ ഇന്ന് ഏത് ദൂതനാണ് ജന്മം നൽകിയത്, ഏത് ദൂതനോടാണ് നീ എനിക്ക് പുത്രനും ഞാൻ നിനക്ക് പിതാവുമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഒരു ദൂതനെയും ദൈവം സൃഷ്ടിച്ചതല്ല എന്ന് വളരെ വ്യക്തമാണ്. സ്വർഗത്തിലെ ദൂതന്മാരും മാലാഖമാരും ഒക്കെ അനാദിയിൽ ദൈവത്തോടൊപ്പം തന്നെ സ്വർഗത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നവരാണ്. വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ സപ്താത്മാക്കളെ കുറിച്ചൊക്കെ കൃത്യമായി വിവരിക്കുന്നത് നമുക്ക് പല ഭാഗത്തും കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നെല്ലാം അനാദിയിൽ ദൈവം ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ സ്വർഗവും സ്വർഗത്തിലെ സ്വർഗീയ ഗണങ്ങളും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല, പ്രപഞ്ചത്തിൽ മറ്റു യാതൊന്നും അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് ഉണ്ടായിരുന്നത്. ഇനിയും നാം ദൈവത്തിൽ നിന്നും ആദ്യമായി എന്താണ് ഉണ്ടായത്, ദൈവം ആദ്യം എന്താണ് സൃഷ്ടിച്ചത് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയുമാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിനു മുമ്പ് ചില സൃഷ്ടികൾ നടന്നിരുന്നുവെന്ന് നാം ബൈബിളിലെ മറ്റു പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിലും സുഭാഷിതങ്ങളിലും ജ്ഞാനത്തിലും സങ്കീർത്തനങ്ങളിലുമൊക്കെ ദൈവം എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ആദ്യം സൃഷ്ടിച്ചത് ജ്ഞാനത്തെയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നാം ആദ്യം കണ്ടു ദൈവം എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഈ ജ്ഞാനത്തിലാണ്. ആ ജ്ഞാനത്തെയാണ് ദൈവം തന്നിൽ നിന്നും വേർപെടുത്തി മറ്റൊരു സൃഷ്ടിയായി ആദ്യം രൂപപ്പെടുത്തിയത്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് ബൈബിൾ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവം ആത്മാവാകയാൽ തന്നെ ദൈവം തന്നിൽ നിന്നും വേർപെടുത്തിയ ഈ ജ്ഞാനവും ഒരാത്മാവ് തന്നെയാണെന്നും അതൊരു വ്യക്തിയാണെന്നും ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ജ്ഞാനം ദൈവത്തോടൊത്ത് വസിക്കുന്നു എന്നും ജ്ഞാനത്തിന് സൂര്യനേക്കാൾ തേജസ്സുണ്ടെന്നും ഈ ജ്ഞാനം ഒരു സ്ത്രീയാണെന്നും കൂടി നമ്മെ ബൈബിളിൽ പല ഭാഗങ്ങളിലായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം അനാദിയിൽ ഏകനായിരുന്ന ദൈവത്തിൽ നിന്നും ആദ്യം ഉത്ഭവിച്ച ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയായ ജ്ഞാനം ഒരു സ്ത്രീ ആയിരുന്നുവെന്നും അത് ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തിയായി മാറി എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരും. ഇനിയും അടുത്തതായി ദൈവത്തിൽ നിന്നും ഉണ്ടായത് എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് എല്ലാം സൂക്ഷിക്കപ്പെട്ടിരുന്നത് എന്നതിനാൽ തന്നെ ദൈവത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട, ദൈവത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ജ്ഞാനത്തിൽ നിന്ന് മാത്രമേ പിന്നീട് ഉണ്ടാകുവാനുള്ളതെല്ലാം ഉണ്ടാകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്രകാരം ദൈവം ആദ്യം സൃഷ്ടിച്ച ജ്ഞാനമെന്ന
ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയായ ആ വ്യക്തിയിൽ നിന്നും, ആ സ്ത്രീയിൽ നിന്നും ആദ്യമുണ്ടായത് എന്താണ് എന്ന് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തിൻ്റെ ആദ്യജാതനായ പുത്രൻ തീർച്ചയായും സ്വർഗത്തിലാണ് ജനിച്ചതെന്ന് നമുക്കറിയാം. ദൈവത്തിൽ പിതാവും പുത്രനും അനാദി മുതലേ ഉണ്ടായിരുന്നുവെന്നും തുടക്കം മുതൽ ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളുകൾ ഉണ്ടായിരുന്നുവെന്നും നാം കരുതുന്നുവെങ്കിൽ പിന്നെന്തിനാണ് ദൈവത്തിൽ പിതാവ്, പുത്രൻ എന്നീ 2 വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നത്? പിതാവും പുത്രനും അനാദി മുതലേ ഒന്നിച്ചുണ്ടായിരുന്നവരാണ് എങ്കിൽ പിതാവിനെയും പുത്രനെയും ഇരട്ട സഹോദരങ്ങളെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സമന്മാരെന്നോ നമ്മൾ വിശേഷിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ പിതാവേ, പുത്രൻ എന്നീ വാക്കുകളിൽ നിന്ന് തന്നെ ആദ്യം പിതാവ്, അതിനുശേഷം പുത്രൻ എന്നതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ പിതാവ് ആദ്യമേ ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷമാണ് പുത്രൻ ജനിച്ചതെന്നും വളരെ വ്യക്തമാണ്. സ്വർഗത്തിലെ ദൈവപുത്രന്റെ ജനനത്തെക്കുറിച്ച് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന വചനഭാഗം വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അവിടെ നാം കാണുന്നത് സ്വർഗത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ ദൈവപുത്രന് ജന്മം കൊടുക്കുന്നതാണ്. ആ ദൈവപുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കുവാനുള്ളവൻ എന്നാണ്. ഇപ്രകാരം അനാദിയിൽ ഏകനായിരുന്ന ദൈവം തന്നിലെ ജ്ഞാനമാകുന്ന സ്ത്രൈണതയെ ആത്മാവിൻ്റെ രൂപത്തിൽ വേർപെടുത്തി മറ്റൊരു വ്യക്തിയാക്കുകയും ആ ജ്ഞാനത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആദ്യജാതനായ പുത്രൻ സ്വർഗത്തിൽ ജനിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം അനാദിയിൽ ഏകനായിരുന്ന ദൈവം ത്രിത്വമായി മാറുന്നു. ഏകനായിരുന്ന ദൈവം എന്തുകൊണ്ടാണ് ത്രിത്വമായി മാറുന്നത് എന്നത് മറ്റൊരു വിഷയമാണ്. ദൈവം ത്രിത്വമായത് എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട് എന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ദൈവം ത്രിത്വമായതിന് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി ആ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്രകാരം സ്വർഗത്തിൽ ദൈവം ത്രിത്വമായി മാറിയപ്പോൾ, വിശിഷ്യ ദൈവത്തിൻ്റെ പുത്രൻ സ്വർഗത്തിൽ ജനിച്ചപ്പോൾ, വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നു, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം ആ ശിശുവിനെ വിഴുങ്ങുവാനായി കാത്തുനിന്നതായി. സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ കുറിച്ചുള്ള സൂചന ബൈബിളിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗീയ ഇടങ്ങളിലെ തിന്മയുടെ ദുരാത്മാക്കളുടെ ഒരു പ്രതീകമാണ് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന അഗ്നിമയനായ ഉഗ്രസർപ്പം. സ്വർഗത്തിൽ ദൈവപുത്രന്റെ ജനനശേഷം അഗ്നിമയനായ ഉഗ്രസർപ്പവും അവനോട് കൂടെയുള്ള അവൻ്റെ ദൂതന്മാരും സ്വർഗത്തിൽ ഒരു യുദ്ധം നടത്തുന്നതായി നാം വായിക്കുന്നുണ്ട്. അവരോട് എതിരിട്ടത് മിഖായേലും അവൻ്റെ ദൂതന്മാരുമായിരുന്നു. സ്വർഗത്തിൽ നടന്ന ഈ യുദ്ധം നാം ഭൂമിയിൽ കാണുന്ന യുദ്ധം പോലെയല്ല എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു ആത്മീയ സമരമായിരുന്നു. ഈ മാലാഖമാർ ആത്മാക്കളായിരുന്നതിനാൽ തന്നെ അവിടെ ഭൗമിക ശരീരത്തിൽ നടക്കുന്നത് പോലുള്ള ഏറ്റുമുട്ടലല്ല നടക്കുക, ആത്മാവിലുള്ള സമരമാണ് നടക്കുക. ആത്മീയ സമരം എപ്രകാരമാണ് നടക്കുക എന്ന് വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. സത്യമാകുന്ന അരപ്പട്ട, നീതിയാകുന്ന കവചം, സമാധാനമാകുന്ന പാദരക്ഷ, രക്ഷയാകുന്ന പടത്തൊപ്പി, വചനമാകുന്ന വാൾ എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർ ആത്മീയ സമരം നടത്തുക. എന്നാൽ മറുപക്ഷത്തുള്ള ദുരാത്മാക്കളുടെ ആയുധം ഇതിന് നേരെ എതിരായുള്ളതായിരിക്കും. സത്യത്തിന് എതിരെ അവർ അസത്യമാവും പ്രയോഗിക്കുക, നീതിക്കെതിരെ അവർ അനീതിയാവും പ്രയോഗിക്കുക, സമാധാനത്തിന് പകരം അവർ അസമാധാനമാവും പ്രയോഗിക്കുക, വചനത്തിന് പകരം അവർ കാപട്യമാവും പ്രയോഗിക്കുക. ഇപ്രകാരം സ്വർഗത്തിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ
അഗ്നിമയനായ ഉഗ്രസർപ്പവും അവൻ്റെ കൂട്ടാളികളുമാകുന്ന സ്വർഗീയ ഇടങ്ങളിലെ ദുരാത്മാക്കൾ പരാജയപ്പെടുകയും മിഹായേലും അവനോടൊപ്പം ഉണ്ടായിരുന്ന സ്വർഗത്തിലെ ശുദ്ധാത്മാക്കൾ ദൈവത്തിന് വേണ്ടി വിജയിക്കുകയും ചെയ്തു. അതോടുകൂടി സ്വർഗീയ ഇടങ്ങളിൽ വർത്തിച്ചിരുന്ന ഈ തിന്മയുടെ ദുരാത്മാക്കൾക്ക് സ്വർഗത്തിൽ ഇടമില്ലാതാവുകയും അവർ സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്തു. ഇപ്രകാരം സ്വർഗത്തിൽ നിന്നും പുറത്തള്ളപ്പെട്ട സ്വർഗീയ ഇടങ്ങളിലെ ദുരാത്മാക്കളാണ് പിന്നീട് സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കുന്ന ദുഷ്ടാരൂപിയായി മാറിയതെന്ന് നമുക്കറിയാം. സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു അഥവാ സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു എങ്കിലും ഈ ദുരാത്മാക്കൾ സ്വർഗത്തിന് വെളിയിൽ നിന്ന് വീണ്ടും സ്വർഗത്തിനെതിരെ ദൂഷണം പറയുവാൻ തുടങ്ങി. സ്വർഗത്തിനെതിരെ യുദ്ധം തുടർന്നു. നാം ഭൗമികമായി ചിന്തിച്ചാൽ പോലും ഒരു യുദ്ധം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവസാനിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടയാൾ തൻ്റെ പരാജയം സമ്മതിച്ച് വിജയിച്ച ആളുടെ അടുത്ത് അടിയറവ് പറയണം. വിജയിച്ച ആളോടൊപ്പം തുടർന്ന് നിൽക്കുവാൻ തയ്യാറാകണം. ഇവിടെ യുദ്ധത്തിൽ പരാജയപ്പെട്ട സാത്താൻ തൻ്റെ പരാജയം സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, വിജയിച്ച ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായതുമില്ല. അപ്രകാരം പരാജയപ്പെട്ട സാത്താൻ തൻ്റെ തെറ്റ് അംഗീകരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് മടങ്ങിയെത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും അവന് സ്വർഗത്തിൽ സ്ഥാനമുണ്ടാകുമായിരുന്നു. അവന് സ്വർഗത്തിലെ മാലാഖയായി തന്നെ ഇന്നും വിരാജിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അവൻ ചെയ്തത് തൻ്റെ തെറ്റ് അംഗീകരിക്കാതെ സ്വർഗത്തിന് വെളിയിൽ പോവുകയാണ് ചെയ്തത്. ഒരു യുദ്ധം എല്ലാ അർത്ഥത്തിലും അവസാനിക്കുവാനുള്ള രണ്ടാമത്തെ വഴി എന്നുള്ളത് യുദ്ധത്തിൽ പരാജയപ്പെട്ടയാളെ യുദ്ധത്തിൽ വിജയിച്ചയാൾ വധിക്കുക എന്നുള്ളതാണ്. ഇവിടെ യുദ്ധത്തിൽ പരാജയപ്പെട്ട സാത്താനെ വിജയിച്ച ദൈവവും ദൈവത്തിൻ്റെ പക്ഷത്തുള്ള മാലാഖമാരും വധിച്ചില്ല. കൊലപാതകം ചെയ്യുക എന്നുള്ളത് അത് സാത്താൻ്റെ പണിയാണ്. ദൈവത്തിന് ഒരിക്കലും ഒരു കൊലപാതകയാകുവാൻ സാധിക്കില്ല. ദൈവത്തിന് ഒരിക്കലും കള്ളം പറയുവാൻ സാധിക്കില്ല. ദൈവം നന്മയുടെ നിറകുടമാണ്. ദൈവം സ്നേഹത്തിൽ പരിപൂർണനാണ്. അതിനാൽ തന്നെ ദൈവത്തിന് സാത്താനെ നശിപ്പിക്കുക എന്നത് ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ലായിരുന്നു. ഇപ്രകാരം സ്വർഗത്തിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ സാത്താൻ നശിപ്പിക്കപ്പെട്ടില്ല. സാത്താൻ പശ്ചാത്തപിച്ച് ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുമില്ല. അതിനാൽ തന്നെ സ്വർഗത്തിൽ വെച്ച് നടന്ന യുദ്ധം എല്ലാ അർത്ഥത്തിലും അവസാനിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. സ്വർഗത്തിന് വെളിയിൽ വന്നു നിന്നുകൊണ്ട് സാത്താൻ സ്വർഗത്തിനെതിരെ യുദ്ധം തുടരുകയാണ് ചെയ്തത്. സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ പ്രകാശപൂരിതമായ ഒരു സ്ഥലമെന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രകാശം എന്ന് തന്നെയാണ് സ്വർഗത്തിൻ്റെ അർത്ഥം. എന്നാൽ സ്വർഗത്തിന് വെളിയിലുള്ള സ്ഥലം തീർച്ചയായും അതുകൊണ്ട് തന്നെ അന്ധകാരമയമായിരിക്കും. ശാസ്ത്രം പഠിപ്പിക്കുന്ന ഡാർക്ക് മാറ്ററും ബ്ലാക്ക് ഹോളും ഒക്കെ വേണമെങ്കിൽ സ്വർഗത്തിന് വെളിയിലുള്ള ഈ അന്ധകാരത്തോട് നമുക്ക് തുലനം ചെയ്യുവാൻ സാധിക്കും. ഇപ്രകാരം സ്വർഗത്തിന് വെളിയിലുള്ള അന്ധകാരത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തിനെതിരെ യുദ്ധം തുടർന്ന സാത്താനോട് യുദ്ധം തുടരുവാൻ സ്വർഗത്തിൽ സാത്താനോട് യുദ്ധം ചെയ്ത മാലാഖമാർക്കും ദൂതന്മാർക്കും സാധിക്കില്ലായിരുന്നു. കാരണം സ്വർഗത്തിലെ പ്രകാശാവസ്ഥയിൽ നിന്നും സ്വർഗത്തിന് വെളിയിലുള്ള അന്ധകാരത്തിലേക്ക് അവർ ഇറങ്ങി വന്നാൽ അവർക്കും സാത്താന് സംഭവിച്ചതുപോലുള്ള രൂപാന്തരം സംഭവിക്കുമായിരുന്നു. അതിനാൽ തന്നെ അവർക്ക് സ്വർഗത്തിന് വെളിയിൽ വന്ന് സാത്താനോട് യുദ്ധം ചെയ്യുക അസാധ്യമായി തീർന്നു. ഈ സാഹചര്യത്തിൽ സാത്താനോടുള്ള യുദ്ധം തുടരുവാൻ ദൈവത്തിന് ഒരു പുതിയ സൈനിക വൃന്ദത്തെ സൃഷ്ടിക്കേണ്ടതായി വന്നു. ഈ സൈനിക വൃന്ദം എന്നത് അനാദിയിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സൈനിക വൃന്ദമായിരുന്നു. സമയത്തിൻ്റെ തികവിൽ സാത്താനോട് യുദ്ധം ചെയ്യുവാൻ പുതിയ സൈനിക വൃന്ദത്തെ സൃഷ്ടിക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ദൈവം തന്നിൽ നിന്നും ഈ പുതിയ സൈനിക വൃന്ദത്തെ സൃഷ്ടിക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു. സ്വർഗത്തിന് വെളിയിൽ നിൽക്കുന്ന സ്വർഗത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സാത്താനോട് യുദ്ധം തുടരുവാൻ സ്വർഗത്തിന് വെളിയിൽ അവർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ദൈവം അവനോടുള്ള യുദ്ധം തുടരുവാനുള്ള സാഹചര്യങ്ങൾ ആദ്യം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനായി ആദ്യം മുതിരുന്നത്. അങ്ങനെയാണ് ദൈവം ഈ പ്രപഞ്ച സൃഷ്ടിയിലേക്ക് കടക്കുന്നത്.
ദൈവം അങ്ങനെ ഈ ആകാശത്തെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചതായി ഉൽപ്പത്തി പുസ്തകത്തിൽ കൃത്യമായി വിവരിക്കുന്നു. ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം സ്വർഗത്തിന് തൊട്ടുവെളിയിൽ സാത്താൻ എവിടെയാണോ താവളമടിച്ചിരുന്നത് അവിടെ തൻ്റെ മഹനീയ സൃഷ്ടിയായ സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള പുതിയ സൈനിക വൃന്ദത്തെ സൃഷ്ടിക്കുവാനുള്ള ഒരു പ്രത്യേക സ്ഥലം ദൈവം ഒരുക്കിയെടുത്തു. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ഏദൻ തോട്ടം. ഏദൻ തോട്ടം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ സ്വർഗീയ ആരാമമെന്നും പർദീസ എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് സ്വർഗത്തോട് ചേർന്നുള്ള സ്വർഗത്തിൻ്റെ പൂന്തോട്ടം. നമുക്കറിയാം, നമ്മളൊരു വീട് വെച്ചാൽ ആ വീടിനോട് ചേർന്നൊരു പൂന്തോട്ടം ഉണ്ടാക്കുക സ്വാഭാവികമാണ്. അല്ലാതെ ആരും ഒരു വീടുണ്ടാക്കിയതിന് ശേഷം അന്ന് ആ ചന്ദ്രനിൽ പോയി കുറച്ച് സ്ഥലം വാങ്ങിച്ച് അവിടെ തൻ്റെ വീടിനോടനുബന്ധിച്ചുള്ള പൂന്തോട്ടം ഉണ്ടാക്കാമെന്ന് ആരും കരുതില്ലല്ലോ. അതല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ വീട് വയ്ക്കുന്ന ആരും ആ വീടിനോട് ചേർന്ന് പൂന്തോട്ടം ഉണ്ടാക്കാൻ സ്ഥലമില്ലാത്തതിനാലും ഇവിടെ സ്ഥലത്തിന് വില കൂടുതലാകിയാലും എന്നാൽ കാസർഗോഡ് ജില്ലയിൽ പോയി അവിടെ സ്ഥലത്തിന് വിലക്കുറവാണ്, അവിടെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് പൂന്തോട്ടം അവിടെ നിർമ്മിക്കാമെന്നാരും തീരുമാനിക്കില്ലല്ലോ. എല്ലാവരും അവരവരുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ആ വീടിനോടനുബന്ധിച്ചുള്ള പൂന്തോട്ടവും നിർമ്മിക്കുക. ഇപ്രകാരം തന്നെ സ്വർഗത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് ദൈവം തൻ്റെ സ്വർഗീയ ആരാമം സൃഷ്ടിച്ചത്. അതിനാൽ തന്നെ ഈ സ്വർഗീയ ആരാമം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു, സ്വർഗം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഏദൻ തോട്ടത്തെ സ്വർഗീയ ആരാമം എന്നും പർദീസ എന്നും നാം പേരിട്ട് വിളിക്കുന്നത്. മാത്രവുമല്ല, ഈ സ്വർഗീയ ആരാമം എന്ന് പറയുന്ന ഈ ഏദൻ തോട്ടം ഇന്ന് ഭൂമിയിൽ ഒരിടത്തും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നതിനാൽ തന്നെ ഈ ഏദൻ തോട്ടം സ്വർഗത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു, സ്വർഗം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതായി വരും. ഇപ്രകാരം ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിൽ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആദ്യ മനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചു. ഏദൻ തോട്ടം സ്വർഗത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നാം കാണുമ്പോൾ തന്നെ ആ സ്വർഗത്തിലുള്ള എല്ലാ വസ്തുക്കളും സ്വർഗീയ വസ്തുക്കളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ തന്നെ സ്വർഗീയ ആരാമത്തിലെ സ്വർഗീയ വസ്തുക്കൾ കൊണ്ടാണ് ദൈവം ഈ ആദ്യ മനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പൂഴി കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അത് സ്വർഗീയ ആരാമത്തിലെ സ്വർഗത്തിലെ തന്നെ പൂഴിയാണ്, അത് സ്വർഗീയ വസ്തുവാണ് എന്ന് നാം പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ്. അതായത് ദൈവം ആദ്യം സൃഷ്ടിച്ച ആദം സ്വർഗീയനായിരുന്നു. ആദത്തിൻ്റെ ശരീരം സ്വർഗീയ ശരീരമായിരുന്നു. ദൈവം പൂഴി കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതിന് പലരും കളിയാക്കി ദൈവം മണ്ണ് കുഴച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെന്ന് കളിയാക്കാറുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത് അഥവാ ഉണ്ടായിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികയായ ആറ്റങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാം. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും അതിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്നും ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ വലം വയ്ക്കുന്നെന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നു. ഇപ്രകാരമുള്ള ഈ ആറ്റങ്ങൾ കൂട്ടിയോജിച്ചാണ് തന്മാത്രകൾ ഉണ്ടാകുന്നതെന്നും ഇപ്രകാരം അനേകം തന്മാത്രകൾ ചേർന്നാണ് ഓരോരോ വസ്തുക്കൾ ഉണ്ടാകുന്നതെന്നും നാം പഠിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണിക ആറ്റമാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. അന്ന് ആറ്റം എന്നൊരു വാക്ക് പോലും കേൾക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അന്നത്തെ അറിവനുസരിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയൊരു കണികയുടെ പേര് പൂഴി എന്നും പൂഴിത്തരി എന്നുമായിരുന്നു. പൂഴിയെന്നും പൂഴിത്തരിയെന്നും വളരെ വ്യക്തമായി പ്രഭാഷകന്റെ പുസ്തകത്തിലുമൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അതിനാൽ തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികകൾ കൊണ്ടാണ് മനുഷ്യനെ ദൈവം രൂപപ്പെടുത്തിയത് എന്ന് ബൈബിളിൽ എഴുതി വെക്കുകയും എന്ന നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. അതിനാലാണ് അന്ന് പൂഴിത്തരി എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചത്. ഇപ്രകാരം ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായ ആദം
ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്താണ് എന്നതിനെക്കുറിച്ച് ഞാനിതിനു മുമ്പ് മനുഷ്യൻ എന്താകുന്നു എന്ന പേരിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിനാൽ അതേക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് മുതിരുന്നില്ല. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യനായ ആദത്തിൽ പൗരുഷം മാത്രമല്ല ഉണ്ടായിരുന്നത്, സ്ത്രൈണതയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദത്തിൽ നിന്നും ഹവ്വായെ സൃഷ്ടിക്കുവാൻ ഇടയായത്. ദൈവം ആദത്തെ മയക്കിക്കിടത്തിയതിനു ശേഷം അവനിലെ സ്ത്രൈണതയെ മുറിച്ചു മാറ്റിയാണ് ഹവ്വായ്ക്ക് രൂപം കൊടുത്തത്. ഇപ്രകാരം ആദിയിൽ ദൈവം സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള തൻ്റെ സൈനികരായി മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു. അതും സ്വർഗീയരായി, സ്വർഗീയ ശരീരത്തോടു കൂടി ദൈവം ആദ്യ മനുഷ്യനായ ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചു. അവർക്ക് സാത്താനോട് യുദ്ധം ചെയ്യുവാനായി ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതായി ഉണ്ടായിരുന്നുള്ളൂ: നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുത് എന്നുള്ളൊരു ടാസ്ക്കാണ് ദൈവം അവർക്ക് നൽകിയിരുന്നത്. ഏദൻ തോട്ടത്തിലെ നന്മതിന്മകളുടെ വൃക്ഷം എന്നത് സ്വർഗീയ ഇടങ്ങളിൽ വർത്തിച്ചിരുന്ന ദുഷ്ടാരൂപിയുടെ പ്രതിരൂപം തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ പ്രതിരൂപമായി ജീവന്റെ വൃക്ഷവും ദൈവം അവിടെ നട്ടിരുന്നു. ഇതിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അവർക്ക് സമൃദ്ധമായി ഭക്ഷിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. എന്നാൽ അവർ സാത്താനോട് യുദ്ധം ചെയ്ത് അവൻ്റെ പ്രലോഭനത്തെ അതിജീവിച്ച് നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കാതിരിക്കേണ്ടിയിരുന്നു എങ്കിൽ അവർ സാത്താൻ്റെ പ്രലോഭനത്തിൽ വീഴുകയും അപ്രകാരം അവർ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച് സാത്താനോട് പരാജയപ്പെടുകയും ചെയ്തു. നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ചാൽ ആ നിമിഷം നിങ്ങൾ മരിക്കും എന്ന് ദൈവം അവർക്ക് കൊടുത്തിരുന്ന മുന്നറിയിപ്പ് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവം അവരോട് പറഞ്ഞത് ഒരു ശുദ്ധ നുണയാണെന്ന് നമുക്ക് പറയേണ്ടി വരുമായിരുന്നു. എന്നാൽ ബൈബിളിൽ ഒരിടത്തും അവർ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ അവർക്ക് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പകരം അവർക്ക് നഗ്നത അനുഭവപ്പെട്ടുവെന്നും അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടുവെന്നും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിലെ ഭൗമിക മരണത്തിൽ സംഭവിക്കുന്നത് അവൻ്റെ ഭൗമിക ശരീരമാവുന്ന വസ്ത്രം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇപ്രകാരം തന്നെ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തിനും ഹവ്വായ്ക്കും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ സംഭവിച്ച മരണത്തിലും അവർക്ക് അപ്പോൾ ഉണ്ടായിരുന്ന സ്വർഗീയ ശരീരമാകുന്ന വസ്ത്രം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്രകാരം അവരുടെ സ്വർഗീയ ശരീരമാകുന്ന വസ്ത്രം നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് നഗ്നത അനുഭവപ്പെട്ടത്. അപ്പോൾ അവരുടെ അകക്കണ്ണാകുന്ന മനസ്സ് തുറക്കപ്പെടുകയും ചെയ്തു. ഇപ്രകാരം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തിനും ഹവ്വായ്ക്കും സംഭവിച്ച സ്വർഗീയ ശരീരത്തിൻ്റെ മരണത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവരുടെ ആ സ്വർഗീയ ശരീരം അവിടെ നിദ്ര പൂണ്ടു എന്നുള്ളതാണ്. സ്വർഗീയ ശരീരം നഷ്ടപ്പെട്ട് നഗ്നരായ ആദവും ഹവ്വയും അത്തീരകൾ തുന്നി നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുന്നതും പിന്നീട് ദൈവം അവർക്ക് തോലുകൊണ്ടൊരു വസ്ത്രം നൽകി അവരെ ഉടുപ്പിക്കുന്നതുമൊക്കെ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. ദൈവം തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് അവരെ ധരിപ്പിച്ച തോലുകൊണ്ടുള്ള വസ്ത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ട സ്വർഗീയ ശരീരത്തിന് പകരമായി തീർന്നത്. അതാണ് അവർക്ക് പിന്നീട് ഭൗമിക ശരീരമായി മാറിയത്. ഇപ്രകാരം ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് അവരെ ധരിപ്പിച്ച തോലുകൊണ്ടുള്ള ആ ഭൗമിക ശരീരവുമായാണ് അവർ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിലേക്ക് അവർ പുറത്താക്കപ്പെടുന്നത് നാം നേരത്തെ കണ്ടു. നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തിലും ഹവ്വായിലും നാം ഓരോരുത്തരും ഉണ്ടായിരുന്നുവെന്ന്. ഇപ്രകാരം സ്വർഗത്തിൽ വെച്ച് നടന്ന സ്വർഗീയ ശരീരത്തിൻ്റെ മരണത്തിലൂടെ നിദ്രയിലായ അവരുടെ സ്വർഗീയ ശരീരം ഏദൻ തോട്ടമാകുന്ന സ്വർഗീയ ആരാമമാകുന്ന പർദീസായി നിദ്രയിലായി. അവർ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷം ഉണ്ടായ അവരുടെ ഭൗമിക ജീവിതം എന്ന് പറയുന്നത്
ഏദൻ തോട്ടത്തിൽ നിദ്ര പ്രാപിച്ച അവരുടെ സ്വർഗീയ ശരീരത്തിൽ നിന്നുകൊണ്ടുള്ള ആ സ്വർഗീയ ശരീരത്തിൽ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമായിരുന്നു. ഇപ്രകാരം തന്നെ നാം ഓരോരുത്തരും ഏദൻ തോട്ടമെന്ന സ്വർഗീയ ആരാമമായ പർദീസായിൽ വെച്ച് ദൈവത്തിൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആദിമാതാപിതാക്കളായ ആദത്തിലും ഹവ്വായിലുമൂടെ. ഇപ്രകാരം ആദിമാതാപിതാക്കളായ ആദത്തിലും ഹവ്വായിലുമൂടെ ഏദൻ തോട്ടമാകുന്ന സ്വർഗീയാരാമമാകുന്ന പർദീസായിൽ വെച്ച് ദൈവിക കരങ്ങളാൽ സ്വർഗീയരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആദവും ഹവ്വായും ചെയ്ത പാപത്തിന് സമാനമായ അനുസരണക്കേട് നാം ചെയ്തപ്പോൾ നമ്മുടെ ഈ സ്വർഗീയ ശരീരം ഈ പർദീസായിൽ നമുക്ക് നിദ്ര പ്രാപിക്കുകയും മരണവിധേയമാകുകയും ചെയ്തു. അപ്രകാരം ഈ ഏദൻ തോട്ടമാകുന്ന പർദീസായിൽ നിദ്ര കൊള്ളുന്ന നമ്മുടെ സ്വർഗീയ ശരീരത്തിൽ കിടന്നുകൊണ്ട് നാം കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ് നമ്മുടെ ഈ ലോക ജീവിതം എന്ന ഈ ഭൗമിക ജീവിതം. നാം പലപ്പോഴും നമ്മുടെ ഈ ലോക ജീവിതത്തെ ഒരു സ്വപ്നാടനമെന്നോ അല്ലെങ്കിൽ നാം ഓരോരുത്തരും നമ്മളെ ഒരു സ്വപ്ന സഞ്ചാരി എന്നോ ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സ്വപ്നം പോലെ കടന്നു പോകുന്ന നമ്മുടെ ഈ ലോക ജീവിതം യഥാർത്ഥത്തിൽ ഒരു സ്വപ്നം തന്നെയാണ്. പർദീസയാവുന്ന ആ സ്വർഗീയ ആരാമത്തിൽ വിശ്രമിക്കുന്ന ഉറങ്ങുന്ന നമ്മുടെ സ്വർഗീയ ശരീരത്തിൽ കിടന്നുകൊണ്ട് കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ് നമ്മുടെ ഈ ലോക ജീവിതം. നാം കാണുന്ന സ്വപ്നങ്ങൾ പല രീതിയിലുള്ള സ്വപ്നങ്ങൾ നാം കാണാറുണ്ട്. ചിലപ്പോൾ വളരെ സുന്ദരമായ സ്വപ്നം കാണാറുണ്ട്, ചിലപ്പോൾ നാം പേക്കിനാവുകൾ കാണാറുണ്ട്, ചിലപ്പോൾ നാം സ്വപ്നത്തിൽ എഴുന്നേറ്റ് നടന്ന് പല അപകടങ്ങളിലും ചെന്ന് ചാടാറുണ്ട്. ഇപ്രകാരം തന്നെ നാം പർദീസായിലെ നമ്മുടെ സ്വർഗീയ ശരീരത്തിൽ കിടന്നുകൊണ്ട് കാണുന്ന നമ്മുടെ ഈ ഭൗമിക ജീവിതമെന്ന ഈ സ്വപ്നത്തിൽ നാം സുന്ദരമായ സ്വപ്നം കാണുമ്പോഴാണ് അത് വളരെ ആത്മീയമായ ഒരു ജീവിതമെന്നും സ്വർഗീയമായ ജീവിതമെന്നും വിശുദ്ധമായ ഒരു ജീവിതമെന്നും നമുക്ക് പറയാൻ സാധിക്കുക. നാം ഇവിടെ കാണുന്നത് പേക്കിനാമാണെങ്കിൽ തീർച്ചയായും അത് തിന്മ നിറഞ്ഞ ഒരു ജീവിതമാണെന്നും നാം കാണുന്നത് നമ്മിൽ നിന്നുണ്ടാകുന്ന പൈശാചിക ചിന്തകളുടെ പിൻബലത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമാണ് നമുക്ക് പേക്കിനാവായി മാറുന്നതെന്ന് നമുക്ക് കാണേണ്ടതായി വരും. മറ്റു ചിലർ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് തീയിലും വെള്ളത്തിലും വണ്ടിയുടെയൊക്കെ മുമ്പിൽ ചാടി അപകടത്തിൽപ്പെടുന്നതായി നമുക്ക് കാണുന്നുണ്ട്. നാം ഉറക്കത്തിൽ കാണുന്ന ഓരോ സ്വപ്നവും അത് എപ്രകാരമുള്ളതായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നാം ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ സംഭവിക്കുന്നതായ നന്മയും തിന്മയുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നാം വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ തീർച്ചയായും നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണുവാൻ സാധിക്കും. അതല്ല മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യവും ഒക്കെ വെച്ച് മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടന്നാൽ നാം പലപ്പോഴും പേക്കിനാവുകളാവും കാണുക. അതിലും മോശമായ അവസ്ഥയിലുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നാം ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയും ഓരോരോ അപകടങ്ങളിൽ ചെന്ന് ചിലപ്പോൾ മരണം പോലും സംഭവിക്കുകയും ചെയ്യുക. അതിനാൽ തന്നെ നാം കാണുന്ന ഓരോ സ്വപ്നത്തിൻ്റെയും ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ പലരും കളിയാക്കിയേക്കാം. എന്നാൽ യാഥാർത്ഥ്യം നാം കാണുന്ന ഓരോ സ്വപ്നവും അത് സുന്ദര സ്വപ്നമായിരിക്കണോ പേക്കിനാവായിരിക്കണമോ അതോ ഉറക്കത്തിൽ നാം സ്വപ്നം കണ്ട് എഴുന്നേറ്റ് പോയി അപകടങ്ങളിൽ ചാടണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് എന്നുള്ളതാണ് വാസ്തവം. പർദീസായിലെ നമ്മുടെ സ്വർഗീയ ശരീരത്തിൽ കിടന്നുകൊണ്ട് നാം കാണുന്നതായ ഈ ലോക ജീവിതമെന്ന ഈ സ്വപ്നം എപ്രകാരമായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതും നാം തന്നെയാണ്. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം മരണാനന്തര ജീവിതവുമായി ഇതിനെന്താണ് ബന്ധമെന്ന് നാം ന്യായമായും ചോദിച്ചേക്കാം. പർദീസായിലുള്ള നമ്മുടെ സ്വർഗീയ ശരീരത്തിൻ്റെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമാണ് നമ്മുടെ ഈ ലോക ജീവിതം എന്ന ഈ ഭൗമിക ജീവിതമെങ്കിൽ സ്വർഗീയ ശരീരത്തിൻ്റെ ആ ഉറക്കത്തിൽ നിന്നുള്ള ഉണരലാണ്
നമ്മുടെ ഈ ലോക ജീവിതമാകുന്ന സ്വപ്നം അവസാനിക്കുവാൻ കാരണമാകുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ ഈ ലോക ജീവിതമാകുന്ന സ്വപ്നത്തിൽ നിന്ന് നാം ഉണരുന്നത് നമ്മുടെ സ്വർഗീയ ശരീരത്തിൻ്റെ ഉണരലായിട്ടാണ്. നമ്മുടെ ഈ ലോക ജീവിതമാകുന്ന സ്വപ്നത്തിൽ നിന്ന് നാം ഉണരുന്നത് പർദീസായിലുള്ള ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സ്വർഗീയ ശരീരത്തിൻ്റെ ഉണരലിലൂടെയാണ്. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, മരിച്ചുപോയവരെന്താണ് ആരും തിരിച്ചു വരാത്തതെന്ന്. നാം എല്ലാവരും നമ്മുടെ സ്വർഗീയ ശരീരത്തിൽ പർദീസായിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് എന്നതിനാലാണ് ആ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമായി നാം ഈ ഭൗമികാവസ്ഥയിൽ ഈ ഭൂമിയിൽ കാണപ്പെടുന്നതെന്ന് നാം പറഞ്ഞു. ഇപ്രകാരം നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും വേണ്ടപ്പെട്ടവരുമെല്ലാം യഥാർത്ഥത്തിൽ പർദീസായിൽ സ്വർഗീയ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അവിടെ ഉണർന്നിരിക്കുന്നത് ഈ ഭൗമിക ജീവിതത്തിൽ നിന്നും മരണം വഴി ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയവർ മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവർ പർദീസായി അവരുടെ സ്വർഗീയ ശരീരത്തിലെ ഉറക്കം കഴിഞ്ഞ് ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ അവർ കാണുന്നത് അവരുടെ അടുത്ത് തന്നെ അവരുടെ മക്കളായ നാം അവിടെ പർദീസായിൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുക. ഇപ്രകാരം മരണം വഴി സ്വർഗത്തിൽ പർദീസായിൽ മടങ്ങിയെത്തിയവർ അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അടുത്ത് തന്നെ അവർ ഉറങ്ങിക്കിടക്കുന്നതായി, അവരുടെ സ്വർഗീയ ശരീരം ഉറങ്ങിക്കിടക്കുന്നതായി അവിടെ ദർശിക്കുവാൻ സാധിക്കും. ആ ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതമെന്ന് അവർ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം അവർ ആ സ്വപ്നാടനം കഴിഞ്ഞ് തിരിച്ച് പർദീസായിൽ അവരുടെ സ്വർഗീയ ശരീരത്തിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ തങ്ങളുടെ അടുത്ത് പർദീസായിൽ ഉറങ്ങിക്കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ ഉറക്കത്തിൽ നിന്നും ഏതാനും നിമിഷം കഴിയുമ്പോൾ ഉണർന്നെണീക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ന്യായമായും ഒരു ചോദ്യം ഉയർന്നേക്കാം, ഈ പർദീസായിലെ ഉറക്കമെന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് 70, 80, 90, 100 വർഷങ്ങളൊക്കെയാണ്, അതെന്തൊരു ഉറക്കമാണ് എന്ന് പലരും ചോദിച്ചേക്കാം. വിശുദ്ധ പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിന് 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയും ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയുമാണ്. ഇതനുസരിച്ച് സ്വർഗത്തിൽ ഒരു ദിവസം പിന്നിടുമ്പോൾ ഭൂമിയിൽ 1000 വർഷങ്ങൾ പിന്നിട്ടിരിക്കും എന്നതാണ് വാസ്തവം. കാരണം സ്വർഗവും ഭൂമിയും എന്നത് 2 വ്യത്യസ്ത അവസ്ഥകളാണ്. നാം ഇവിടെ സമയം നിശ്ചയിക്കുന്നത് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിന് അനുസൃതമായിട്ടാണെങ്കിൽ സ്വർഗത്തിലെ സമയം നിശ്ചയിക്കുന്നത് ദൈവിക സന്തോഷത്തിൻ്റെ, ദൈവിക ആനന്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം വളരെ വേഗത്തിൽ പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കിഷ്ടമില്ലാത്തതും വിഷമകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം വളരെ പതുക്കിയാവും പോവുക എന്ന് നമുക്കറിയാം. സ്വർഗത്തിൽ ഒരു ദിവസം പിന്നിടുമ്പോൾ ഭൂമിയിൽ 1000 വർഷങ്ങൾ കടന്നു പോകുമെങ്കിൽ സ്വർഗത്തിലെ 1 മണിക്കൂർ കടന്നു പോകുമ്പോൾ ഭൂമിയിൽ ഏകദേശം 40 വർഷങ്ങൾ കടന്നു പോകുമെന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. സ്വർഗത്തിലെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ ഭൂമിയിൽ 1000 വർഷങ്ങൾ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ 1000 ഭാഗം 24, അതായത് സ്വർഗത്തിൽ 1 മണിക്കൂർ കടന്നു പോകുമ്പോൾ ഭൂമിയിൽ 40 വർഷങ്ങൾ കടന്നു പോകുന്നു എന്ന് നമുക്ക് കണക്ക് കൂട്ടേണ്ടതായി വരും. അതായത് ഭൂമിയിലെ ഈ ലോക ജീവിതമെന്ന സ്വപ്നം അവസാനിപ്പിച്ച് പർദീസായിലെ സ്വർഗീയ ശരീരത്തിൽ ഉണരുന്ന ഒരു വ്യക്തി അവിടെ ഉറക്കമുണർന്ന് 1 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ ഭൂമിയിൽ 40 വർഷങ്ങൾ കടന്നു പോകുമെങ്കിൽ പർദീസായിൽ തൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന ഭൂമിയിൽ അവശേഷിക്കുന്നതെന്ന് നമ്മൾ പറയുന്നതായ മക്കളും കൊച്ചുമക്കളുമൊക്കെ
50-60 ഭൂമിയിലെ വർഷങ്ങൾക്ക് ശേഷം അവിടെ എത്തുമ്പോൾ സ്വർഗത്തിൽ 1-1.5 മണിക്കൂർ മാത്രമേ കടന്നു പോയിട്ടുണ്ടാവൂ. അതായത് പർദീസായിലെ സ്വർഗീയ ശരീരത്തിൽ ഉറക്കമുണരുന്ന ഒരു വ്യക്തി 1-1.5 മണിക്കൂറിന് ശേഷം തൻ്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങുന്ന തൻ്റെ വേണ്ടപ്പെട്ടവർ ഉണരുമെന്നിരിക്കെ പിന്നെ എന്തിനാണ് ഭൂമിയിലേക്ക് മടങ്ങി വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത്? എന്ന് മാത്രവുമല്ല, തൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നവർ ആ ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നമാണ് ഈ ലോക ജീവിതം, ഈ ഭൗമിക ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ആ സ്വപ്നത്തിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കുമോ? ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ തന്നെ നാം ഉണ്ടായിരുന്നുവെന്നും അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് നാം ഉണ്ടായിരുന്നതെന്നും ഇപ്രകാരം സമയത്തിൻ്റെ പൂർണ്ണതയിൽ സാത്താനെതിരെ യുദ്ധം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട സൈനികരാണ് നാം ഓരോരുത്തരും എന്നുള്ള ചിന്തയിൽ നാം ഈ ഭൂമിയിലായിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ അധിപനായ, ലോകം മുഴുവനും അവൻ്റെ ശക്തി വലയത്തിലായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അവനെതിരെ യുദ്ധം ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ സൈനികരാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ അവനെതിരെ യുദ്ധം ചെയ്ത് വിജയിക്കുമ്പോഴാണ് നമ്മുടെ ഈ ലോക ജീവിതം എന്ന സ്വപ്ന ജീവിതം അവസാനിക്കുന്നതെന്നും പർദീസായിൽ വെച്ച് നമുക്ക് മരണവിധേയമായി നഷ്ടപ്പെട്ട നമ്മുടെ സ്വർഗീയ ശരീരം നമ്മുടെ ഈ ഭൗമിക ജീവിതമാകുന്ന സ്വപ്നത്തിൽ നിന്നുള്ള എഴുന്നേൽക്കലിൽ നമുക്ക് ആ സ്വർഗീയ ശരീരം ഉണർന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നുമുള്ള തിരിച്ചറിവിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മരണാനന്തര ജീവിതം എന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഭാവനയ്ക്കും അപ്പുറമുള്ള ഒരു കാര്യമാകിയാൽ തന്നെ ഞാനിവിടെ പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും ലൗകിക വിജ്ഞാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഭോഷത്വമായി തോന്നിയേക്കാം. മരണശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തെന്ന് അറിയുവാനുള്ള ഒരു അന്തർഗതം എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നും മനുഷ്യനിലുള്ള മറ്റേതൊരു അന്തർഗതത്തെ പോലെയും ഈ ഒരു അന്തർഗതവും നമ്മുടെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക എന്നും വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയുവാനുള്ള നമ്മുടെ ഈ അന്തർഗതം നമ്മുടെ ആത്മാവ് മാത്രമാണ് അറിയുന്നത് എന്നതിനാൽ തന്നെ നമ്മുടെ ആത്മാവിലൂടെ അല്ലാതെ നമ്മുടെ മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ ചിന്തയുടെയോ ഭാവനയുടെയോ തലത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒന്നും കണ്ടെത്താനാവുകയില്ല. മാത്രവുമല്ല, മരണാനന്തര ജീവിതം എന്നത് ദൈവവുമായി ബന്ധപ്പെട്ട അതിനിഗൂഢമായ ഒരു രഹസ്യമാകിയാൽ തന്നെ എല്ലാ ദൈവിക രഹസ്യങ്ങളും അറിയുവാനായിട്ടുള്ള ഏക വഴി എന്താണ് എന്നും പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1 കൊരിന്തോസ് 2:10 വിശുദ്ധ പൗലോസ്ലീഹ അതേക്കുറിച്ച് നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെക്കുറിച്ചുള്ള നിഗൂഢ രഹസ്യങ്ങൾ നിങ്ങളുടെ ആത്മാവ് മുഖേന മാത്രമേ നിങ്ങൾക്ക് കണ്ടെത്താനാവൂ എന്ന്. നമ്മുടെ ആത്മാവിലൂടെ അന്വേഷിച്ചാൽ മാത്രം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് മരണാനന്തര ജീവിതവും ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നതിനാൽ തന്നെ നമുക്ക് നമ്മുടെ ആത്മാവിനെ കണ്ടെത്താൻ സാധിക്കുമ്പോഴാണ് ഈ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിവാക്കപ്പെടുക. എന്നാൽ ആത്മാവിലൂടെ വെളിവാക്കപ്പെട്ട് കിട്ടുന്നതായ ദൈവിക രഹസ്യങ്ങളെല്ലാം ദൈവിക ജ്ഞാനമാകിയാൽ തന്നെ അത് ലൗകിക വിജ്ഞാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യർക്ക് ഭോഷത്വമായി അനുഭവപ്പെടുമെന്നും വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആകയാൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭോഷത്വമായി തോന്നുന്നുവെങ്കിൽ അത് ലൗകിക വിജ്ഞാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നത് കൊണ്ടാണെന്ന് തിരിച്ചറിയുക. ദൈവമില്ല, ആത്മാവില്ല എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നമ്മുടെ ആത്മാവിനെ കണ്ടെത്തണം, ആത്മാവിലൂടെ ദൈവിക രഹസ്യങ്ങൾ നാം അന്വേഷിച്ച് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മെ തീർച്ചയായും വിഡ്ഢിയെന്നും ഭോഷനെന്നും വിളിക്കുമെന്ന് എനിക്കറിയാം. ദൈവമുണ്ടോ എന്നും ആത്മാവുണ്ടോ എന്നും ആത്മാവിനെ എപ്രകാരമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നതെന്നുമൊക്കെ ഞാൻ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ എന്താവുന്നു എന്നതാണ്
ആ വീഡിയോയുടെ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത്. ഈ ലിങ്കിൽ കയറി ആ വീഡിയോ കണ്ടാൽ മനുഷ്യൻ എന്താവുന്നുവെന്നും മനുഷ്യ ശരീരത്തിൽ എപ്രകാരമാണ് ആത്മാവിനെ ദൈവം സന്നിവേശിപ്പിച്ചിരിക്കുന്നതെന്നും ദൈവമുണ്ടോ ആത്മാവുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മരണാനന്തര ജീവിതം എന്നത് ഒരു വലിയ ടോപ്പിക് ആകിയാൽ തന്നെ എൻ്റെ ഈ വീഡിയോ കുറേയധികം നീണ്ടുപോയി. ഇത്രയും സമയം എന്നെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.